ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികളിൽ ചില ആളുകൾക്ക് കഴിഞ്ഞ ദിവസം ചെറിയ ചില ആശങ്കകൾ ഉണ്ടായിട്ടുണ്ട്. ആ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു വിശദീകരണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ പേര് ജയദേവ്. ഞാൻ സ്മാർട്ട് ശ്രീയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരാളാണ്. ഓക്കെ, ബോർഡിന്റെ പ്രതിനിധിയായിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഡിപ്ലോമ കോഴ്സിന് പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളോടും ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലും ക്ലാസ്സുകളിലും ഒരു അറിയിപ്പ് നൽകുകയുണ്ടായി നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന്. അത് ഇപ്രകാരമാണ്: നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സിന്റെ സിലബസിൽ ചില ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷകളിലും ചെറിയ ചില ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നാണ്. പക്ഷേ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളിൽ വളരെ കുറച്ചു പേർക്ക്, ഒരുപാട് പേർ നമ്മളെ വിളിക്കുകയും മെസ്സേജ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മെസ്സേജ് ചെയ്തവരെയും വിളിച്ചവരെയും നമ്മൾ നേരിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഇനിയും സംശയം മാറാത്ത ചിലരെങ്കിലും നമ്മുടെ ക്ലാസ്സുകളിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ആയിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത്. നമ്മൾ പ്രധാനമായും വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്കറിയാം. ഡിപ്ലോമ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ 2 കോഴ്സുകളാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഒന്ന് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മറ്റൊന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെ 2 തരത്തിലുള്ള കോഴ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അത് ഒരു കോഴ്സ് 6 മാസത്തെ കോഴ്സാണ് ഡിപ്ലോമ കോഴ്സ്. പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് 10 മാസത്തെ കോഴ്സാണ്. ഇതിൽ ഡിപ്ലോമ കോഴ്സിന്റെ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികളിൽ ഏറെ പേർക്കും സംശയങ്ങൾ വന്നിട്ടുള്ളത്. അതിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ ഒരു തരത്തിലുള്ള ആശങ്കക്കും ഇടയില്ലാത്ത കാര്യങ്ങളാണെന്ന് ആദ്യമേ പറയട്ടെ. ഏറ്റവും സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് അതിന്റെ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. അത് ഞാൻ വിശദീകരിക്കാം എങ്ങനെയാണെന്ന്. നമുക്ക് 4 മൊഡ്യൂളുകളാണ് യഥാർത്ഥത്തിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡിപ്ലോമ കോഴ്സിന് പ്രധാനമായും ഉള്ളത്. 4 മൊഡ്യൂളുകൾ. അതിൽ മൊഡ്യൂൾ 1ഉം 2ഉം കഴിയുമ്പോൾ മൊഡ്യൂൾ 1ഉം 2ഉം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു എക്സാം ഉണ്ടായിരിക്കും. രണ്ടാമത്തേത് 3ഉം 4ഉം മൊഡ്യൂളുകൾ എടുത്ത് പൂർത്തിയാക്കി കഴിയുമ്പോൾ 3ഉം 4ഉം കൂടി ചേർത്തിട്ട് ഒരു ഒറ്റ എക്സാം ഉണ്ടാവും. അങ്ങനെ 2 എക്സാമുകൾ ഉണ്ടാവും. ഈ 2 എക്സാമുകളും നമ്മൾ നടത്തുന്നത് സർട്ടിഫിക്കേഷൻ കൗൺസിലല്ല, അത് നടത്തുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത് കൂടാതെ ഈ 4 മൊഡ്യൂളുകൾ തീർന്നതിന് ശേഷം ഒരു മോഡൽ എക്സാം ഉണ്ടാവും. ആ മോഡൽ എക്സാം പക്ഷേ ഈ മൊഡ്യൂളുകൾ ഒരുമിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ മെയിൻ എക്സാമിന്റെ, അതായത് സർട്ടിഫിക്കേഷൻ കൗൺസിൽ നടത്തുന്ന എക്സാമിന്റെ ആ എക്സാം എങ്ങനെയാണ് നിങ്ങളോട് വിശദീകരിച്ച് തന്നിട്ടുള്ളതാണ്. ഓൺലൈനായിട്ടായിരിക്കും എക്സാം. ഓൺലൈൻ ലൈവ് സ്ട്രീമിംഗ് റെക്കോർഡഡ് ആയിരിക്കും. നമ്മുടെ സ്മാർട്ട് ശ്രീയുടെ ഇൻവിജിലേറ്റേഴ്സിനെ ആയിരിക്കും നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് അതിൽ കാണാൻ സാധിക്കുക. എങ്കിലും സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ ഷാഡോ ഇൻവിജിലേറ്റർമാർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ലൈവ് സ്ട്രീം വീഡിയോ റെക്കോർഡഡ് ആയിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസിനോ മിസ്ബിഹേവിയറോ എക്സാം സമയത്ത് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ റെക്കോർഡ് ചെയ്തിട്ടുള്ള എക്സാം വീഡിയോസ് പരിശോധിച്ചതിന് ശേഷമാണ് സർട്ടിഫിക്കേഷൻ കൗൺസിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിട്ടൊക്കെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ എക്സാമുമായി ബന്ധപ്പെട്ട് വരുത്തിയിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെ സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ മൊഡ്യൂൾ 1 മുതൽ 4 വരെ എനിക്ക് തോന്നുന്നു ഒരു 52 മുതൽ 56 വരെ ഒക്കെയുള്ള ചാപ്റ്റേഴ്സ് ആണ്, പാഠഭാഗങ്ങളാണ് ഉള്ളത്. ഈ 56 ചാപ്റ്ററും ഒരുമിച്ച് പഠിച്ച് കുത്തിയിരുന്ന് 1 മുതൽ 4 വരെയോളം മൊഡ്യൂളുകളിൽ 56 ചാപ്റ്ററുകളും ഒരുമിച്ചിരുന്ന് കുത്തിയിരുന്ന് പഠിച്ച് ഒറ്റയടിക്ക് പഠിക്കണം. ഒറ്റയടിക്ക് പഠിച്ച് ഒറ്റ എക്സാമായിട്ട് എഴുതുന്ന എക്സാം രീതി ആയിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. എന്നാൽ സർട്ടിഫിക്കേഷൻ കൗൺസിൽ അവരുടെ എല്ലാ കോഴ്സുകളും കുറെ കൂടി പ്രൊഫഷണലായി അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്, ഏറ്റവും സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആയി. 3, ഈ കോഴ്സ് ചെയ്യുന്ന എല്ലാവരും അതാത് മേഖലകളിലെ ഇൻഡസ്ട്രിയൽ എക്സ്പെർട്ടുമാരായി മാറുന്നതിന് വേണ്ടി ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റം. ആ മാറ്റം എന്താണെന്ന് വെച്ചാൽ, മൊഡ്യൂൾ 1 ഉണ്ടായിരുന്ന കുറെ പാഠഭാഗങ്ങൾ, മൊഡ്യൂൾ 1 ഒരൽപ്പം വലിയ മൊഡ്യൂളായിരുന്നു. മൊഡ്യൂൾ 1 ഉണ്ടായിരുന്ന പാഠഭാഗങ്ങൾ മൊഡ്യൂൾ 1 നിന്നും എടുത്ത്
മൊഡ്യൂൾ 3ലേക്കും 4ലേക്കും അല്പമായി മാറ്റിയിട്ടുണ്ട്. രണ്ടാമത്തേത് മൊഡ്യൂൾ 2 ഇതുപോലെ തന്നെ ഒരു വലിയ പാഠഭാഗമാണ്. മൊഡ്യൂൾ 2 നിന്നും കുറെ പാഠഭാഗങ്ങൾ എടുത്ത് മൊഡ്യൂൾ 3ലോട്ടും മൊഡ്യൂൾ 4ലോട്ടും മാറ്റിയിട്ടുണ്ട്. മൊഡ്യൂൾ 3ഉം 4ഉം 1നെയും 2നെയും അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി ചെറിയ മൊഡ്യൂളുകളായിരുന്നു. അങ്ങനെ ഈ 4 മൊഡ്യൂളുകളും ഏകദേശം അതിന്റെ വിഷയത്തിന്റെ ഡെപ്തിലും സ്പ്രെഡ്നെസ്സിലും ഏകദേശം ഈക്വലൈസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സർട്ടിഫിക്കേഷൻ കൗൺസിൽ ചെയ്തിട്ടുള്ള ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. ഞാനത് വിശദീകരിക്കാം. ഈ മൊഡ്യൂൾ 1 ഇപ്പോ വരുന്നത് ഈ 56 ചാപ്റ്റർ നേരത്തെ ഉണ്ടെങ്കിൽ അതിനെ ഏകദേശം കൃത്യം 4ആയി വിഭജിക്കുന്ന തരത്തിൽ 4 പാഠഭാഗങ്ങളായിട്ടാണ് ഇപ്പൊ മൊഡ്യൂൾ 1, 2, 3, 4 വരുന്നത്. ഓക്കെ, അത്രയും ഭാഗം നിങ്ങൾക്ക് ഇപ്പോ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതല്ലാതെ സിലബസിനകത്ത് നേരത്തെ നിങ്ങൾ അഡ്മിഷൻ എടുത്തിരുന്ന സമയത്ത് പറഞ്ഞിരുന്ന സിലബസിനകത്ത് വേറെ ഏതെങ്കിലും കാര്യങ്ങൾ പുറമേ നിന്ന് കൂട്ടിച്ചേർക്കുകയോ നിലവിലുള്ള സിലബസിലെ ഏതെങ്കിലും കാര്യങ്ങൾ ഒഴിവാക്കുകയോ ചെയ്തിട്ടില്ല. 1ലുണ്ടായിരുന്ന കുറച്ച് ഭാഗം എടുത്ത് 3ലേക്കും 2ലുണ്ടായിരുന്ന കുറച്ച് ഭാഗം എടുത്ത് 4ലോട്ടും മാറ്റുക എന്നുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ് ഈ സിലബസ് ക്രമീകരണത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ആശങ്ക എക്സാം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ്. നേരത്തെ നമുക്ക് ഒരൊറ്റ എക്സാം ആയിരുന്നു. ഈ 56 രാവിലെ വെളുപ്പിനെ എണീറ്റ് കുത്തിരുന്ന് പഠിച്ചപ്പോ നാളെയാണ് എക്സാം വിചാരിക്കാം. വെളുപ്പിനെ 5 മണിക്ക് എണീറ്റ് കുത്തിരുന്ന് പഠിച്ച് നമ്മളെ എത്രയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും മറന്നു പോകുമല്ലോ. അപ്പൊ തലേ ദിവസം വീണ്ടും എടുത്തൊന്ന് റിവൈസ് ചെയ്താലാണ് നമ്മൾ ഓർമ്മയിൽ വരുള്ളൂ, അല്ലേ? അപ്പോ അങ്ങനെ റിവൈസ് ചെയ്തിട്ട് വെളുപ്പിനെ എനിക്ക് നമ്മൾ 56 ചാപ്റ്റർ വായിച്ച് തീർക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് രാവിലെ തുടങ്ങിയിട്ട് രാത്രി വരെ കുത്തിരുന്ന് പഠിക്കും. എക്സാമിന്റെ അന്നും രാവിലെ തുടങ്ങി കുത്തിരുന്ന് പഠിച്ച് വളരെ എഫർട്ട്ഫുൾ ആയിട്ടുള്ള വളരെ സ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സായി ഒരു പഠന മാതൃകയായിട്ട് അത് മാറുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ഒരു പേപ്പർ 1 എന്നുള്ള രൂപത്തിൽ മാറ്റിയിട്ടുണ്ട്. ആ പേപ്പർ 1 ഒരൊറ്റ എക്സാമാണ്. പേപ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ ഈ 56 ചാപ്റ്റർ നിങ്ങൾ ഒരുമിച്ച് പഠിക്കണ്ട. 56 ചാപ്റ്ററിന്റെ 4ൽ1 ഭാഗം മാത്രം നിങ്ങൾ അന്ന് പഠിച്ചാൽ മതി. പേപ്പർ 1 നിങ്ങൾ വളരെ റിലാക്സ് ചെയ്ത് പഠിക്കുന്നതിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ കൗൺസിൽ തന്നിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ പേപ്പർ 1ന്റെ എക്സാം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾക്കൊരു ഇടവേളയായിരിക്കും. പിന്നെ തൊട്ടടുത്ത ദിവസമാണ് എക്സാം ഉണ്ടാകുക. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിരിക്കും ഈ എക്സാംസ് വരുന്നത്. അത് നമുക്ക് പഠിക്കാനും ഒന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു അവസരമാണ്. നമ്മുടെ വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷം വരുന്നവർ വീട്ടമ്മമാരായിട്ടുള്ള ആളുകളും വളരെ എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ്. അപ്പൊ അവർക്ക് തുടർച്ചയായിട്ട് പരീക്ഷ എഴുതാൻ പറ്റാത്ത ഒരു ഇതൊക്കെയുണ്ട്. അപ്പൊ ഓൺലൈൻ സ്റ്റുഡൻസിന്റെ ഒരു നേച്ചർ നമ്മുടെ സർട്ടിഫിക്കേഷൻ കൗൺസിൽ അത് നിർവചിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. അപ്പൊ പേപ്പർ 1 56 ചാപ്റ്റർ ഒരുമിച്ച് പഠിക്കാതെ അതിന്റെ 4ൽ1 ഭാഗം മാത്രമായിട്ട് പഠിക്കാനുള്ള അവസരം നിങ്ങൾക്ക് വേണ്ടി തന്നേക്കാണ്. അപ്പോൾ ഒരു 12-13 ചാപ്റ്ററാണ് നിങ്ങൾക്ക് ആ ദിവസം പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടതുള്ളൂ. അത് എഴുതിയാൽ മതി. ഒരു ദിവസം ഇടവേള കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം തൊട്ടടുത്ത ദിവസമായിരിക്കും മറ്റൊരു കാര്യം. തൊട്ടടുത്ത ദിവസം രണ്ടാമത്തെ എക്സാം മൊഡ്യൂൾ 2, അതായത് പേപ്പർ 2 എന്ന് പറയുന്ന എക്സാമും ഇതുപോലെ തന്നെ ഒരു 13 ചാപ്റ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ പേപ്പർ 3ഉം പേപ്പർ 4ഉം അങ്ങനെ 4 പേപ്പറുകളായിട്ടാണ് നമ്മുടെ എക്സാം വരുന്നത്. ഓക്കെ, ആ കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അതായത് ഷോർട്ടായിട്ട് പറയാമെങ്കിൽ 56 ചാപ്റ്റേഴ്സ് ഒരുമിച്ച് പഠിക്കാതെ ഒരു വലിയ ഒരു കൊട്ടയിൽ 56 തേങ്ങ ഉണ്ടെന്ന് വിചാരിക്കുക. 56 തേങ്ങയും ഒരുമിച്ച് ചുമന്ന് കൊണ്ടുപോയി ഇടുന്നതിന് പകരം ഒരു 10 തേങ്ങ 12 തേങ്ങ വെച്ച് ഇവിടെ നിന്ന് ഒരു സഞ്ചിയിലാക്കി കൊണ്ടുവന്ന് ഇടാനുള്ള ഒരു എഫർട്ട്ലെസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എക്സാം സമ്പ്രദായമാണ് ഇപ്പൊ നമ്മുടെ സർട്ടിഫിക്കേഷൻ കൗൺസിൽ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് ഈ പ്രൊഫഷണൽ കോഴ്സുകളുടെ ഒരു അപ്ഡേഷന്റെ ഭാഗമായിട്ടാണ്. മാറുന്ന ഒരു കാലത്തിന്റെ രീതിക്കനുസരിച്ച് ഇതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ആവാൻ വേണ്ടിയിട്ടുള്ള മാറ്റമാണ്. ഓക്കെ, ഇനി നമ്മുടെ എക്സാംസ് എങ്ങനെയാണെന്നുള്ളതാണ്. നമ്മുടെ എക്സാംസ് വരുന്നത് ഈ 60 മാർക്കിന്റെ എക്സാമാണ്. 60 മാർക്കിന്റെ എക്സാമിനകത്ത് 22 മാർക്കാണ് മിനിമം പാസ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടത്. എത്ര മാർക്കാണ്? 22 മാർക്ക്. 22 മാർക്ക് മിനിമം മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പാസ്സാകാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അടുത്ത ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ എക്സാം കേട്ടപ്പോഴാണ് നമ്മുടെ പിള്ളേരുടെയൊക്കെ നെഞ്ചെടുപ്പ് അങ്ങോട്ട് കൂടി ആകെ ബേജാറായി. അയ്യോ, ഞാൻ ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കണില്ലല്ലോ,
ഞാൻ റെക്കോർഡ് ക്ലാസ്സും കാണുന്നില്ല, എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നില്ലല്ല. ഇത്തരത്തിലുള്ള ആശങ്കകൾ, ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ഇന്ത്യൻ മാർക്ക് കുറയോ? നിങ്ങൾ എന്തൊരു ചതിയാണ് ചെയ്തത്, നിങ്ങൾ ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ല. ഇതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക. അത്തരത്തിലുള്ള ഒരാശങ്കയും ഒരു വിദ്യാർത്ഥിയും ഉള്ളിൽ വെക്കേണ്ടതില്ല. ആ ആശങ്കയൊക്കെ ഇറേസ് ചെയ്ത് കളഞ്ഞേക്കട്ടാ. എല്ലാ വിദ്യാർത്ഥികളും ഉള്ളിൽ നിന്ന് അത് ഇറേസ് ചെയ്ത് കളഞ്ഞേക്കട്ടാ. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. നിങ്ങളുടെ ഇന്ത്യൻ മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കാദമിക് പെർഫോമൻസിന്റെ റേഷ്യോ അനുസരിച്ചിട്ടാണ്. നിങ്ങൾ 60 മാർക്കിലാണ് എക്സാം, നിങ്ങൾക്ക് പേപ്പർ ഒന്നിന് കിട്ടുന്നത് 30 മാർക്കാണെന്ന് വിചാരിക്കുക. അതായത് പകുതി മാർക്ക്. ഓക്കെ, പകുതി മാർക്കാണ് കിട്ടുന്നതെങ്കിൽ 40 മാർക്കിന് 100-ലുള്ള എക്സാം എന്നുള്ള രീതിയിൽ കണക്ക് കൂട്ടുമ്പോൾ 60+40 എന്ന് വരുമ്പോൾ ഈ 40 മാർക്കാണ് ഇന്ത്യ മാർക്കിന്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത്. 60 മാർക്കുള്ള ഇതിൽ 30 മാർക്ക് നിങ്ങൾ നേടിയാൽ ഇന്ത്യൻ മാർക്കിൽ 40 മാർക്കിൽ 20 മാർക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവുകയാണ്. അതിൽ നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടിസിപ്പേഷനോ അക്കാദമിക് പെർഫോമൻസോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ക്ലാസ്സിൽ അറ്റൻഡൻസോ അതൊന്നും ഉണ്ടാവില്ലാന്ന്. ഈ വീട്ടമ്മമാരും പ്രൈവറ്റ് ജോലി ചെയ്യുന്നവരും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരും വേറെ കോഴ്സ് ചെയ്യുന്നവരും അവരതിനോടൊപ്പം ജീവിതത്തിൽ ഒരു ചെറുതാണെങ്കിൽ ചെറിയൊരു ജോലി, ഒരു പ്രൊഫൈലുള്ള ജോലി വേണമെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് വന്നിട്ടുള്ള ആളുകളല്ലേ ഈ ക്ലാസ്സിലുള്ളത്. അപ്പോ അവർക്ക് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള കടുത്ത നിബന്ധനകളൊന്നും ഉള്ള ഒരു ഇതല്ല ഇന്ത്യൻ എക്സാം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്, നിങ്ങൾ പരീക്ഷയ്ക്ക് വാങ്ങുന്ന മാർക്ക് എത്രയാണോ ആ മാർക്കിന്റെ ആനുപാതികമായിട്ട് നിങ്ങൾക്ക് ഇന്ത്യൻ എക്സാം സർട്ടിഫിക്കേഷൻ കൗൺസിൽ അലോട്ട് ചെയ്ത് തരും. ഇതാണ് ഇന്ത്യൻ മാർക്കിന്റെ രീതി എന്ന് പറയുന്നത്. ഇന്ത്യൻ മാർക്ക് ടോട്ടൽ മാർക്ക് 160-ലാണ്. നിങ്ങൾക്ക് 60 മാർക്ക് വീതമുള്ള 4 പേപ്പറാണ്. അപ്പോൾ 6 4 24 240 മാർക്ക്. ഏതിന്? നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾ കുത്തിയിരുന്ന് പഠിച്ച് നേടുന്ന മാർക്ക് പ്ലസ് 160 മാർക്ക് ഇന്ത്യൻ മാർക്ക്. 6 4 24 240 മാർക്ക്. ആ 240 മാർക്കിനകത്ത് 120 മാർക്ക് മേടിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് 160 മാർക്കാണ് ഇന്ത്യൻ മാർക്കിന്റെ മാക്സിമം വരുന്നത്. അതിന്റെ പകുതി എത്രയാണ്? 80. ആ 80 മാർക്ക് നിങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് കിട്ടും. അപ്പൊ അതായിരിക്കും നിങ്ങളുടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. 4 പേപ്പറിന്റെ മാർക്ക് പ്ലസ് ഇന്ത്യയുടെ മാർക്ക്, ഇതും കൂടിയും കൂട്ടിയിട്ടുള്ള മാർക്കായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനകത്ത് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത് സർട്ടിഫിക്കേഷൻ കൗൺസിലാണ് ചെയ്യുന്നത്. ഇനി എക്സാമിന്റെ രീതി എങ്ങനെയാണുള്ളത്? എക്സാമിന്റെ രീതി നിങ്ങളിപ്പോ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ടല്ലോ. കേരളത്തിൽ മറ്റൊരു സ്ഥാപനവും ചെയ്യാത്ത ഒരു കാര്യമാണ് നമ്മൾ ഈ കോഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്പെഷ്യലായിട്ട് സ്ട്രെയിൻ എടുത്തിട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റ് തരുന്നത്. അതെന്തിനാണെന്നറിയോ? നമുക്കറിയാം ഇതിലുള്ള വിദ്യാർത്ഥികൾ ഒരുപാട് കഷ്ടപ്പെട്ട് ദുരിതപൂർവമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളത്. ഒരുപക്ഷെ ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും എതിർപ്പിനെയൊക്കെ മറികടന്നുകൊണ്ട് പഠിക്കുന്നവര്, പഠിക്കാൻ നിർവാഹമില്ലാഞ്ഞിട്ടും സ്വപ്നം കണ്ട ജോലി നേടുന്നതിന് വേണ്ടിയിട്ട് പഠിക്കുന്നവര്, വീടിന്റെ ചുമരുകൾക്കുള്ളിലുള്ള തടവറയിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്ത് കിടക്കണമെന്ന് വിശ്വസിക്കുന്നവര്, അങ്ങനെ പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് പലരും ഈ കോഴ്സിന് ചേർന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ അവരാ വെറുതെ ഒരു കോഴ്സിൽ പഠിപ്പിച്ച് ഒരു മാർക്ക് ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുമോ? ഡെഫിനറ്റ്ലി കിട്ടൂല. അപ്പൊ അതിനെന്തു വേണം? നിങ്ങൾ ആ മേഖലയിൽ ആ വിഷയത്തിൽ വൈദഗ്ധ്യമുള്ള ആളുകളായി മാറണം. നിങ്ങൾ പ്രൊഫഷണലുകളായി മാറണം. നിങ്ങൾ പ്രൊഫഷണലുകളായി മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോക്ക് ടെസ്റ്റിൽ കൂടെ നിങ്ങളെ എല്ലാ ദിവസവും ഇങ്ങനെ കടത്തി വിടുന്നത്. ഈ മോക്ക് ടെസ്റ്റുകളിൽ കൂടി കടത്തി വിടുമ്പോൾ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റിന്റെ രീതി നിങ്ങൾക്കറിയാം. ഒരു ചോദ്യം ഉണ്ടാവും, ഓപ്ഷണൽ ആയിരിക്കും, 4 ഉത്തരങ്ങൾ ഉണ്ടാവും, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. ആ 4 ഉത്തരങ്ങളിൽ ഏതെങ്കിലും ഒരു ഉത്തരം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് ലാസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഉത്തരം തെറ്റാണെങ്കിൽ ഇങ്ങനെ റെഡ് കളറിൽ ഇങ്ങനെ നിൽക്കും. ശരിയായിട്ടുള്ള ഉത്തരം ഇങ്ങനെ പച്ച കളറിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ സിനിമ കാണാൻ തിയേറ്ററിൽ പോയിട്ട് പിന്നെ തിരിച്ച് വീട്ടിൽ വന്നാലും പുലിമുരുകനിലെ പുലി ചാടുന്നത്, മോഹൻലാൽ ചാടുന്നത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കാറില്ലേ? അതുപോലെ മോക്ക് ടെസ്റ്റിൽ ശരിയായ ഉത്തരം പച്ച കളറിൽ ബ്ലിങ്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. ഒരു മനുഷ്യൻ പഠിച്ചെടുക്കുന്നത് പലതരത്തിലാണ്. ദൃശ്യമാധ്യമം ഉണ്ടതിൽ, ശ്രാവ്യ മാധ്യമം ഉണ്ട്. ചില ആൾക്കാർ വായിച്ച് പഠിക്കും, ചില ആൾക്കാർ ഉറക്ക വായിച്ച് പഠിക്കും, ചില ആൾക്കാർ കാല് വെള്ളത്തിലിട്ട് പഠിക്കും. അങ്ങനെ പലതരത്തിലാണ്. ഓരോരുത്തർക്കും ഓരോ മെത്തേഡ് ഓഫ് സ്റ്റഡിയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത് വളരെ എളുപ്പത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള രീതിയാണ്. ഏറ്റവും എഫർട്ട്ലെസ് ആയിട്ട് പഠിക്കുന്നതിനുള്ള ഒരു മാർഗമാണ്. മറ്റൊന്ന്, മെയിൻ എക്സാമിന് വരുന്ന ഏറെക്കുറെ മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ നിങ്ങളെ കൊണ്ട് മോക്ക് ടെസ്റ്റിൽ കൂടി ആവർത്തിച്ച് ചെയ്യിപ്പിക്കുകയാണ്. അതുകൊണ്ടുള്ള ഗുണം, നിങ്ങൾ മെയിൻ എക്സാമിനകത്ത് വലിയ രീതിയിൽ വായിച്ച് പഠിച്ചില്ലെങ്കിലും ഏറെക്കുറെ എല്ലാവരും രക്ഷപ്പെട്ടു പോകും.
അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്ഥാപനത്തിലുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മുടെ സ്ഥാപനത്തിൽ ഇന്ന് വരെ ബാച്ച് ഔട്ട് ആയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളും 100% സക്സസ് ആയിട്ടുള്ള ബാച്ചുകളാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. 100% സക്സസ്. അത് ഇന്ന് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പല സ്ഥാപനങ്ങളിലും ഇല്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡിൽ കൂടെ, ആ ഒരു പ്രോസസ്സിൽ കൂടെ നിങ്ങളെ കടത്തി വിടുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ മെയിൻ എക്സാമും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് മെത്തേഡ് ആയിരിക്കും. പക്ഷെ അതിന്റെ ലൈവ് റെക്കോർഡഡ് ആയിരിക്കും എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റൊന്ന്, ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യുന്നതിന് ഒരു നിശ്ചിത സമയം സർട്ടിഫിക്കേഷൻ കൗൺസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്ര ചോദ്യങ്ങൾക്ക് ഇത്ര സമയം എന്നുള്ള തരത്തിൽ നിജപ്പെടുത്തി ആ സമയമായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്ത് തരുന്നത്, അനുവദിച്ച് തരുന്നത്. എക്സാമിന്റെ സമയമായിട്ട് നിങ്ങൾക്ക് നിശ്ചയിച്ചു തരുന്നതാണ്. അപ്പോ നിശ്ചയമായിട്ടും നിങ്ങൾ അതിൽ നിന്ന് വേറൊരു കാര്യത്തോട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാം ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റൂല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതുകൊണ്ട് ഇന്ത്യൻ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശങ്ക വേണ്ട. അത് നിങ്ങളുടെ അക്കാദമിക് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഒരു തരത്തിലുള്ള ആശങ്കയും നിങ്ങളുടെ പഠനത്തിന് ബാധിക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. ഒരു തരത്തിലുള്ള പഠനവും ഒരു തരത്തിലുള്ള ആശങ്കയും നിങ്ങളുടെ പഠനത്തിന് ഒരു തരത്തിലും ബാധിക്കരുത്. നിങ്ങളുടെ പഠനത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ ക്ലിയർ ചെയ്തോളാം കേട്ടോ. അപ്പോൾ ഒരു തരത്തിലുള്ള ആശങ്കകളും ഇല്ലാതെ നിങ്ങൾ സ്വപ്നം കണ്ട അത്തരത്തിലുള്ള ഒരു ഹൈ പ്രൊഫൈൽ ജോബിലേക്ക് നടന്നെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഠനം എന്ന് പറയുന്ന പ്രോസസ്സ് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ ഹസ്തങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്മാർട്ട് സിയുടെ ഫുൾ ടീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാർക്കറ്റിംഗ് ടീം ആണെങ്കിലും, അക്കൗണ്ടിങ് ടീം ആണെങ്കിലും, ടെക്നിക്കൽ ടീം ആണെങ്കിലും, അക്കാദമിക് ടീം ആണെങ്കിലും, പബ്ലിഷിംഗ് ടീം ആണെങ്കിലും, എല്ലാ ടീമും ഒത്തൊരുമിച്ചുകൊണ്ട് നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട് എക്കാലവും ഞങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സംശയങ്ങളും നിങ്ങളുടെ മാറിയിട്ടുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ഓക്കെ, ബൈ ബൈ.